ഞാനൊന്ന് പറയട്ടെ. എന്താണ് ബോസ്, പട്ടക്കാണല്ലോ. മനസ്സിലായില്ലേ? മൈഥിലി ഠാക്കൂർ. ഓ, നിങ്ങൾ മറ്റേ ബീഹാറിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ. BJP-യുടെ യുവ പോരാളികൾ. എന്നിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും ഈ യുവനിരകളെ കാണാനില്ലല്ലോ. എവിടെ കൊണ്ട് കുഴിച്ചിട്ടാ നിങ്ങൾ? ആര് പറഞ്ഞോളൂ യുവനിരയില്ലെന്ന്? എറണാകുളം സൗത്തിലെ സ്ഥാനാർത്ഥി 22 വയസ്സേ ഉള്ളൂ BJP സ്ഥാനാർത്ഥി. അങ്ങനെയുണ്ട്, കുറേ പേര് പ്രഖ്യാപിക്കാനുണ്ട്, കുറേ സ്ഥലങ്ങളിൽ ഇനിയും പ്രഖ്യാപിക്കാനുണ്ടല്ലോ. എടാ, യുവാക്കളില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാണ്ട് കൂടുതൽ മെഴുകരുത്. എടോ, യുവാക്കൾ ഞങ്ങളുടെ കൂടെ ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എടോ, ഞങ്ങൾ വേണ്ട സമയത്ത് യുവനിരയെ ഇറക്കും. ഇപ്പം ഞങ്ങളുടെ ഒരു നയമെന്ന് പറയുന്നത് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മുൻനിർത്തിയിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അങ്ങോട്ട് വാരുക എന്നുള്ളതാണ്. മുൻ DGP, മുൻ കായിക താരം ഇല്ലേ? അപ്പോൾ അവരെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇറക്കി ഈ ഒരു കേരളത്തിൻ്റെ പല ഭാഗങ്ങളും അവിടുത്തെ ജനങ്ങളെ കീഴടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. എടാ, ഞങ്ങളൊക്കെ കണ്ടുപിടിക്കും. തിരുവനന്തപുരത്ത്, കണ്ണൂർ, കോഴിക്കോട് യുവാക്കളുടെ ഒരു പഠനം നമ്മൾ ഇറക്കില്ലേ? 24-23 വയസ്സുള്ള കുട്ടികളല്ലേ? എടോ, ഞങ്ങളുടെ സീനിയേഴ്സ് മുന്നിൽ നിന്ന് നയിക്കും. പുറമേ ഞങ്ങളുടെ പിള്ളേഴ്സൊക്കെ ഉണ്ടാവും. എടാ, ഞങ്ങൾക്കുണ്ടോ സീനിയേഴ്സ്? തിരുവനന്തപുരത്ത് ശബരിനാഥൻ, കോഴിക്കോട് സംവിധായകൻ ഭീമനും ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി. നിൽക്ക്. ആദ്യം വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അല്ല, എന്നിട്ട് നമുക്ക് സ്ഥാനാർത്ഥിയാവാം. നല്ല പൊട്ടിത്തെറിയും ഇല്ലാണ്ടൊന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പൊട്ടിത്തെറിയോ? അപ്പം നീ അറിഞ്ഞില്ലേ? പാലക്കാട് പൊട്ടിത്തെറി നടന്നു. ഇനിയിപ്പോൾ പന്തളം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ. അത് കൂടിപ്പോയാ പാലക്കാട് BJP-യിൽ പൊട്ടിത്തെറി. അതെ, പാലക്കാട്. ഓ മൈ ഗോഡ്! ഷാജി! സ്ഫോടൻ! ഇനി ഞാനൊന്ന് പറയട്ടെ.